കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് നീങ്ങാൻ പറ്റില്ല. അതുപോലും വാച്ച് ചെയ്ത് നിൽക്കുന്ന എത്രയോ പേരുണ്ടാവും. സന്തോഷത്തോടെ കുഞ്ഞിനെ അണിയിച്ചു കൊടുക്കുന്ന ഒരു മാലയോ അരഞ്ഞാണമോ അതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ അതിനുവേണ്ടി നമ്മളെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയോടെ നടക്കണം. ശരി, ഇതൊന്നും ഇട്ട് കൊടുത്തില്ല എങ്കിൽ പോലും കുഞ്ഞുങ്ങളെ വെറുതെ വിടില്ല. അത് കുഞ്ഞുങ്ങളാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്തൊരു ലോകമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നശിച്ച ഒരു ലോകത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫീൽ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. എത്രയോ പേർക്ക് ഇത് തോന്നുന്നുണ്ടാവും. വളരെയധികം വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം കുഞ്ഞുങ്ങളുടെ ബാല്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കാണ്, ഈ നാലഴിക്കുള്ളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കാണ് പലതരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത്. അവർക്കാണ് പുറത്തിറങ്ങി നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ചിന്തിക്കുന്നത്. ഈ സ്വാതന്ത്ര്യക്കുറവ് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട പ്രായമല്ല കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്ന് അവർക്കറിയില്ല. നോക്കുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വെച്ച് പാരൻസ് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് ഒഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ ലോകത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും ഈ ലോകത്തെ ഭയപ്പെടുന്നത് കൊണ്ടുമാണ് പാരൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സ്വാതന്ത്ര്യത്തോടെ വളരാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിന് നമ്മളെപ്പോലുള്ള പലരുമാണ് കാരണം. എന്ന് ഈ ലോകം നന്നാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്ന് ഈ ലോകം നന്നായിട്ട് മക്കളെ വളർത്താൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്തായാലും എത്രയൊക്കെ കുട്ടികൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നിയാലും വിദ്വേഷം തോന്നിയാലും മാക്സിമം വീട്ടിനകത്ത് നമ്മുടെ കൺമുന്നിൽ മാത്രം കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിൽ ഈ ന്യൂസ് കാണുമ്പോഴേക്കൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. ഇന്നാളൊരു കിണറ്റിലെറിഞ്ഞ് കൊന്ന ഒരു സംഭവത്തിന് തന്നെ അത് വീട്ടിനകത്തുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. പല മന്ത്രങ്ങൾ പൂജകൾ ഒക്കെ ചെയ്തിട്ട് ആരെയാണ് വിശ്വസിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരമ്മ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നത്. എൻ്റെ മുമ്പിലുള്ളത് വെറും 2.5 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ